ഇങ്ങനെ കണ്ടാൽ അവർ പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഈ കവർ പേജിൽ മാറ്റി നല്ല അടിപൊളി സംഭവം സെറ്റപ്പ് ചെയ്തെടുത്താലോ. ഇത് ഞാൻ മറ്റേ സ്കെച്ച് ബുക്ക് കണ്ടോ, നമ്മൾ വാട്ടർ കളറും അതുപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് കട്ടിയുള്ള പേപ്പർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മേടിക്കണം വിചാരിച്ചിട്ട് കുറേ കാലമായി നടക്കണു. പക്ഷേ ഞാൻ ആമസോണിൽ ഇതിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 170-100 മേലൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബുക്ക് സ്റ്റാളിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു 70 to 80 ആ റുപ്പീസിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു ബുക്ക് എടുത്ത് ഓക്കെ സെറ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കവർ പേജ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു എസ്തറ്റിക് ക്യൂട്ട് വൈബ് പിടിച്ചിട്ട് ആളായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ അടുത്തുള്ള കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിച്ചു. ഒരു പിങ്കിഷ് വിൻറ്റേജ് ടൈപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഇത് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ അതിൻ്റെ പാറ്റേൺ പേപ്പർ കണ്ടപ്പോൾ എനിക്കൊട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അടുത്തുള്ള പാറ്റേൺ പേപ്പർ കണ്ടപ്പോൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ മേലെ ഒട്ടിച്ച ആ സംഭവം, അതന്നെ. അപ്പോൾ അതിൻ്റെ മേലൊക്കെ യോജിച്ച ഒരു സംഭവമായിരിക്കണമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ യോജിക്കണത് ഏകദേശം ഒരു പിങ്കിഷ് വൈബുള്ള സാധനങ്ങളൊക്കെ അതിമക്ക് സെറ്റാക്കി എടുക്കാം. അതുപോലെ വൈറ്റ് ആണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, എടുത്ത് കാണിക്കും. ഓൾറെഡി അതിമൊരു പിങ്ക് കളർ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ പർപ്പിൾ ആയതായാലും പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പിങ്ക് അത്യാവശ്യം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും കവർ പേജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കളേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഇങ്ങനെ കവർ പേജൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മുടെ അടുത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒട്ടും മാച്ച് അല്ലാത്ത കുറേ സ്റ്റിക്കേഴ്സ് അതിന് കൊണ്ടേ ഒട്ടിക്കാൻ നിൽക്കരുത്, സംഭവം ബോറാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ ആ കളേഴ്സിലുള്ള സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും വാഷി ടൈപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു പിങ്കിഷ് വിൻറ്റേജ് ടൈപ്പ് ഒരു കോസി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് വേണമെങ്കിലും പേരിട്ടും വിളിക്കാമല്ലോ, അത് നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ബുക്കല്ലേ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ പൊളിച്ചില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയൊക്കെ അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കും കുറച്ചൊക്കെ കഴിവൊക്കെ ഉണ്ട്. സെറ്റ്. അപ്പോൾ എന്തായാലും പരിപാടി ഇവിടെ അവസാനിച്ചിട്ടില്ല. കുറച്ച് ഫ്ലവേഴ്സും കൂടി പൂക്കളും കൂടി ഇട്ടേക്കാം, കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആവട്ടെ. വല്ലാതെ അട്രാക്റ്റീവ് ഇട്ടായോ എന്നൊരു ഡൗട്ട്. എന്തായാലും സംഭവം കിടു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ എന്തെങ്കിലും കമൻറ്റും ചെയ്യും. അപ്പോൾ ടാറ്റ ബൈ.